കുറേ നാളായല്ലേ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. എന്തായാലും ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് ഓക്ലൻഡിലാണ്, ന്യൂസിലാൻഡ് ടൈം 5:30 ഒക്കെ ആയപ്പോൾ ഞാനിവിടെ ലാൻഡ് ചെയ്തു. ഇന്നും ഇവിടെ കാണും, നാളെയും ഇവിടെ കാണും, മറ്റന്നാളാണ് റിട്ടേൺ. ക്രിസ്മസ് ഒക്കെ ആയത് കാരണം ഹോട്ടലൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് 2 days, മോർ ദാൻ 2 days ഉണ്ടല്ലോ ലേ ഓവർ. അപ്പോൾ പൊതുവേ ക്രൂ ഇവിടെ വന്നിട്ട് സ്കൈ ഡൈവിങ്, ബഞ്ചി ജമ്പിങ് അങ്ങനെയുള്ള കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് ഈ ഫ്ലൈറ്റ് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു പോയിട്ട് സ്കൈ ഡൈവിങ് ചെയ്യണമെന്ന്. ബട്ട് ക്വൈറ്റ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ, ബട്ട് ദുബായ് പോലെ എക്സ്പെൻസീവ് അല്ല, എന്നാലും കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇത്തവണ ആ ആഗ്രഹം ഞാനങ്ങ് മാറ്റിവെച്ചു. മാത്രമല്ല ഫ്ലൈറ്റ് അടുത്ത് വരുമ്പോഴും എനിക്ക് ഡേയ്സ് അടുത്ത് വന്ന് ഈ ഫ്ലൈറ്റ് ചെയ്യാനുള്ള ഡേയ്സ് അടുത്ത് വരുമ്പോഴും എനിക്ക് പേടിയായിരുന്നു. ഞാൻ എങ്ങനെ ചെയ്യും എന്നൊക്കെ കുറച്ച് പേടിയൊക്കെ ഇല്ലാതില്ല. എന്തായാലും അപ്പോൾ ഞാൻ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റു കഴിഞ്ഞിട്ട് ആ കാണുന്ന ടവറില്ലേ അവിടെ നിന്നും ബഞ്ചി ജമ്പിങ് ഒക്കെ ചെയ്യും കേട്ടോ. ബട്ട് അത് വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഞ്ചി ജമ്പിങ് എന്നാണ് പറയുന്നത്. എനിക്കിതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഐഡിയാസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത് തന്നെ ആ ടവർ, ഞാൻ നേരത്തെ പറഞ്ഞ ടവറില്ലേ അത്. പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പം ഞാനിങ്ങനെ എണീറ്റു. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് ക്രൂവും ഞങ്ങളെല്ലാം കൂടി ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി. ബട്ട് മഴ ആയത് കാരണം അത് പ്ലാനൊന്നും നടന്നില്ല. എനിവേ ഞാനിങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുക, അവിടെ നിന്ന് എന്തെങ്കിലും ലൈക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇതാക്കുക എന്നാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ വീണ്ടും നല്ല മഴ പെയ്തു. ഇപ്പോൾ തൊട്ടടുത്ത് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്തൂർ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ അതിനകത്ത് കയറി പിന്നെ ഒരു ചായ ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ കാണണ്ടേ, ഇതൊക്കെയാണ് വാങ്ങിയത്. 2 days സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. കാരണം നമുക്കൊന്നും ഇങ്ങടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഫ്രൂട്ട്സോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇവിടെ ന്യൂസിലാൻഡ് ഗവൺമെൻറ് അവരുടെ ബയോസെക്യൂരിറ്റി ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് റൂൾസാണുള്ളത്. ഒന്നും ഇങ്ങടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചു. കാരണം പുറത്ത് നല്ല മഴ തകൃതിയായി പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്നു. അവിടെ വർക്ക് ചെയ്യുന്നത് ഒരു പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു ചെക്കനാണ്. അപ്പോൾ അവനോടിങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് അവിടുത്തെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ. അപ്പം അവനും ഇതെന്തോപോലെ ഒരു പഠിക്കാൻ വന്നതാണ്. അപ്പം നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ അവന് ഗ്രീൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നു. ഐ തിങ്ക് PR-ന് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ വീക്കിലി അവർക്ക് €900 കിട്ടും കേട്ടോ ഇവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് പോലും. സോ എന്തായാലും പിന്നെ അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നു. അങ്ങനെ ഞാൻ ആ ഒരു പനീർ കബാബൊക്കെ ഓർഡർ ചെയ്തു. ബട്ട് എനിക്കത് കഴിക്കാൻ പറ്റില്ല. കാരണം ദാറ്റ് വാസ് ബിഗ് മോട്ട പീസസൊക്കെ ആയിരുന്നു. എനിക്ക് അത്രയും കഴിക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് 2 പീസ് കഴിച്ചു. ബാക്കി പാഴ്സലാക്കി കൊണ്ടുവന്നു. നൈറ്റൊക്കെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നത്, പക്ഷേ പറ്റിയില്ല. പിന്നെ ഹോട്ടലിലേക്ക് വന്നു. ദിസ് ഇസ് മൈ day 2. കാരണം ഇന്നും കൂടി ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് വന്ന് കഴിച്ചു. ബുഫേ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതും എനിക്ക് കൂടുതലൊന്നും കഴിക്കാൻ പറ്റിയില്ല. വെറും ഒരു ടിപ്പിക്കൽ ക്രൂവിനെ പോലെ ബിഹേവ് ചെയ്തു. കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആ ബുഫേയിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുവന്നു. കാരണം ഇന്നും കൂടി ഇവിടെ സർവ് ചെയ്യണമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.